ബിസിനസ്സിൽ ഞാൻ പരാജയപ്പെട്ട് കിടക്കുക, അയ്യോ കുടുംബജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ട് കിടക്കുക, എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ഞാൻ പരാജയപ്പെട്ട് കിടക്കുക, എനിക്ക് ദൈവം തന്ന ആത്മാക്കൾ 10 പേരുണ്ടെങ്കിൽ അയ്യോ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക, അത് 5ആയി മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നെ വിളിച്ചത് നിന്റെ ശുശ്രൂഷയിൽ കുറയുവാനല്ല, നിന്റെ ശുശ്രൂഷയിൽ വർദ്ധിക്കുവാൻ വേണ്ടി അത്രേ. ദൈവം നിന്നെ വിളിച്ചത് നിന്റെ കുടുംബത്തിൽ കുറയുവാനല്ല, നിന്നെ വർദ്ധിപ്പിക്കുവാനത്ര. പക്ഷേ ദൈവം അബ്രഹാമിനോടൊരു ഉടമ്പടി ചെയ്ത്, അബ്രഹാമേ നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരുന്നാൽ ഞാൻ എനിക്കും നിനക്കും മധ്യേ എൻ്റെ നിയമത്തെ സ്ഥാപിക്കും, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. അതേ, നീ ദൈവത്തിൻ്റെ മുൻപാകെയാണ് നടക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നീ യേശുവിൻ്റെ മുൻപാകെയാണ് നടക്കുന്നതോ നിൻ്റെ കഴിവിലാണോ നീ നടക്കുന്നത്? നിൻ്റെ ആരോഗ്യത്തിൻ്റെ പുറത്താണോ നീ നടക്കുന്നത്? നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പുറത്താണോ നീ നടക്കുന്നത്? നിൻ്റെ സൗന്ദര്യത്തിൻ്റെ കഴിവിൽ ആശ്രയിച്ചാണ് നീ നടക്കുന്നത്? എന്ന സ്വർഗത്തിന് നിൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിൻ്റെ കുടുംബ മഹിമയുടെ പേരിൽ നീ നടന്നാൽ സ്വർഗത്തിന് നിൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവേ, അബ്രഹാമിൻ്റെ ശബ്ദം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ശബ്ദം ഇതാണ്, നീ എൻ്റെ മുൻപാകെ നടക്കുക. നീ ലോകത്തിൻ്റെ മുൻപാകെ അല്ല നടക്കേണ്ടത്, മദ്യത്തിൻ്റെ മുൻപാകെ അല്ല നടക്കേണ്ടത്, മയക്കുമരുന്നിൻ്റെ മുൻപിൽ അല്ല നടക്കേണ്ടത്, ലോകത്തിൻ്റെ സിനിമ, ലോകത്തിൻ്റെ സുഖങ്ങൾ, അതിൻ്റെ പിന്നാലെ അല്ല നീ നടക്കേണ്ടത്. ദൈവം പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്നാൽ, എൻ്റെ മുൻപാകെ നടന്നാൽ, ദൈവം പറഞ്ഞ് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുക. യെസ്, ഈ TV പ്രോഗ്രാമിലൂടെ എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഈ ദിവസങ്ങൾ വ്യാകുലപ്പെടുന്നവരായിട്ടുണ്ട്, ഭാരപ്പെടുന്നവരായിട്ടുണ്ട്, ജീവിതത്തിൽ പല നഷ്ടങ്ങളുണ്ടായി. ഹല്ലേലൂയ. വളർന്നു വന്നൊരു വൃക്ഷത്തിൻ്റെ കൊമ്പുകളെ വെട്ടിക്കളയുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ ഫലം കായ്ക്കേണ്ട പല മണ്ഡലങ്ങളെത്തുമ്പോൾ, അനുഗ്രഹിക്കപ്പെടേണ്ട പല മണ്ഡലങ്ങളെത്തുമ്പോൾ, ഉയർച്ച പ്രാപിക്കേണ്ട പല മണ്ഡലങ്ങളെത്തുമ്പോൾ ശത്രു അരഞ്ഞ് മാറ്റിയ ഒരു വൃക്ഷം പോലെ കണ്ടാൽ പട്ടു നിൽക്കുന്നു, പച്ചയാണെങ്കിലും പട്ടു നിൽക്കുന്നത് പോലെ വൃക്ഷത്തിൻ്റെ ഇലകളെ മുഴുവനും പിശാച് വെട്ടിക്കളഞ്ഞ് ശൂന്യമാക്കിയ അനുഭവത്തിൽ ആയിരിക്കും ചില ജീവിതങ്ങൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ കാണുകയാ. എന്ന നസ്രയത്തുകാരൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. സർവശക്തനായ ദൈവ ശക്തമായ ആലോചന പറയുന്നു. ഈ ശുശ്രൂഷയിലൂടെ യേശുവിൻ്റെ നാമത്തിൽ യോബ് 14:7 പറയുന്നു, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിക്കളഞ്ഞാൽ അത് വീണ്ടും പൊട്ടിക്കിളർക്കുമെന്നുള്ള വചനം പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില മണ്ഡലങ്ങളെ പിശാച് വെട്ടിക്കളഞ്ഞ ചില മണ്ഡലങ്ങളെ സ്വർഗത്തിലെ ദൈവം അതിശക്തമായി, പരിശുദ്ധാത്മ പറയുന്ന അതിശക്തമായി അതിശക്തമായ ദൈവം പൊട്ടിക്കിളിപ്പിക്കുക. ദൈവാത്മാവ് ശക്തമായി പറഞ്ഞ് ആരാധിച്ചാട്ടെ. ആയിരിക്കുന്ന ഇടങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിൻ്റെ ഉള്ളിലാണോ നീ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതേ പരിശുദ്ധാത്മ പറയുന്നു ആ മണ്ഡലത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിലൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ഉയരങ്ങളിലേക്ക് നീ നോക്ക്. കർമ്മേലിൽ ഏലിയാവിൻ്റെ അടുക്കൽ ദൈവം തന്നെ തീ ഇറക്കിയതുപോലെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശുശ്രൂഷയിലൂടെ അല്ല ദൈവിക തീ തൻ്റെ ജനത്തിന്മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ഹീലിംഗ് അത്ഭുതം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നോക്കണമേ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുക. ഇതേ ദൈവം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനായ ഇസ്ഹാക്കിനെ തന്നെ, ദൈവം എടുത്തു പറഞ്ഞ ഇസ്ഹാക്കിനെ തന്നെ മോറിയ മലയിലേക്ക് കൊണ്ടുപോയി അവിടെ നീ എനിക്ക് ഹോമയാഗം കഴിക്കുക. നോക്കണേ, അബ്രഹാം ഈ സമയം വയസ്സായവൻ, തലമുടിയെല്ലാം നരച്ചു, കൈകാലുകളൊക്കെ ചുക്കിച്ചുളുങ്ങി, ഊന്നുവടി പിടിക്കേണ്ട സമയമായ, പല്ലുകൾ കൊഴിഞ്ഞുപോയ പ്രായം അതിൻ്റെ ശക്തമായ രീതിയിൽ അനുഭവിക്കുന്ന അബ്രഹാമിനോട് ദൈവം ഇത് പറയുമ്പോൾ അബ്രഹാം ഒരിക്കലും കർത്താവേ എനിക്ക് പറ്റത്തില്ല, എനിക്ക് സമയമില്ല, ഇത്രയും ദൂരം നടക്കുവാൻ കാലുവേദനയാ എന്ന് പറഞ്ഞ അബ്രഹാം ദൈവസന്നി ഉഴപ്പിയില്ല. വേദപുസ്തകം പറയുന്ന അബ്രഹാം ആ സമയം ദൈവത്തിൻ്റെ വാക്കുകൾ പാനിടയായി. സഹോദരി ശ്രദ്ധിക്കുക, പ്രായം ഇത്രയെങ്കിലും ദൈവം ഒരു മോറിയ മല കാണിച്ചു കൊടുക്കുക. ഒരു ദിവസം കൊണ്ടെത്തുന്ന മോറിയ മലയല്ല, 2 ദിവസം കൊണ്ടെത്തിയെന്നും പറയുന്നില്ല, 3 ദിവസം കൊണ്ടെത്തിയില്ല, 3-ാം ദിവസം ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു എന്നത്രേ ബൈബിൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം നീണ്ട 4 ദിവസത്തിൽ പരം നോക്കണമേ, അബ്രഹാം ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി തയ്യാറാകിയ 4 ദിവസങ്ങൾ. ഇവിടെ 4 മിനിറ്റ് നടക്കുവാൻ പലർക്കും കഴിയുന്നില്ല, 4 മണിക്കൂർ നടക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ പലപ്പോഴും ഞാനും നിങ്ങൾ അബ്രഹാമിനെ പോലെ ദൈവസന്നി വന്നിട്ട് പറയാറില്ലേ, കർത്താവേ നീ അബ്രഹാമിനെ അനുഗ്രഹിച്ചതല്ലേ, ഇസഹാക്കിനെ അനുഗ്രഹിച്ചതല്ലേ, യാക്കോബിനെ അനുഗ്രഹിച്ചതല്ലേ എന്ന് പലപ്പോഴും നമ്മൾ വീമ്പ് അടിക്കാറുണ്ട്. പക്ഷേ കർത്താവ് പറയുന്ന അബ്രഹാമിനെ ഞാൻ അനുഗ്രഹിച്ചെങ്കിൽ ചുമ്മാതല്ല, അവൻ എനിക്ക് വേണ്ടി മണിക്കൂറോളം നടന്നു, അവൻ്റെ വേദനിക്കുന്ന കാലുകൾ എനിക്ക് വേണ്ടി അവൻ നൽകുവാനിടയായി, അവൻ വില കൊടുക്കുവാൻ തയ്യാറായി. യെസ് പ്രിയമുള്ളവരെ,
ദൈവത്തിൽ നിന്ന് ചുമ്മാ നമുക്കൊരു വിടുതൽ കിട്ടത്തില്ല. ദൈവസന്നിധി നമുക്കൊരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ നാം ചില സമയങ്ങളിൽ വില കൊടുക്കേണ്ടതായി വരും. ഹല്ലേലൂയ. എന്താ? ഒന്ന്, അബ്രഹാം ബൈബിൾ പറയുന്നു അവൻ വില കൊടുക്കുവാനിടയായി. ബൈബിൾ പറഞ്ഞ ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ ഇസഹാക്കിനെയും കൂട്ടി ബാല്യക്കാരിൽ 2 പേരെ വിളിച്ച് യാഗ വസ്തുക്കളും അവൻ എടുത്തു. ഹല്ലേലൂയ. അവൻ വിറകും തീയും കത്തിയും എടുത്ത് ബൈബിൾ പറയുന്നു കഴുതയും കൂട്ടി അവൻ മോറിയ മലയിലേക്ക് പോകുകയാണ്. നോക്കണമേ, മോറിയ മല, മണിക്കൂറോളം നടക്കുന്നൊരു മോറിയ മല. ഇന്നത്തെ പോലത്തെ സ്കോർപിയോ, ഇന്നോവയോ, BMW ഇന്നത്തെ പോലത്തെ യാതൊരു വിധമായ സജ്ജീകരണങ്ങളോ വാഹനങ്ങളോ ഇല്ലാത്ത മോറിയ മലയിൽ കഴുതയുടെ പുറത്ത് യാഗത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി കെട്ടി അബ്രഹാം ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി കടന്നു പോകുക. ഹല്ലേലൂയ. ബൈബിൾ പറഞ്ഞ മോറിയ മലയുടെ താഴ്വാരയിലെത്തി കഴുതയും ബാല്യക്കാരെയും അവിടെ അവൻ ആക്കി വെച്ചിട്ട് തൻ്റെ മകനെ ഇസഹാക്കുമായിട്ട് അവൻ മോറിയ മലയിലേക്ക് കയറി പോകുകയാണ്. നോക്കണമേ പ്രിയമുള്ളവരെ, മോറിയ മലയിലേക്ക് അവൻ കയറി ചെല്ലുമ്പോൾ കഴിഞ്ഞ 3 ദിവസം നടന്നു. ദൂരത്ത് വെച്ച് അവൻ സ്ഥലം കണ്ടു. 3 ദിവസം നടന്നു. ഒരു മനുഷ്യൻ 3 ദിവസം നടന്നാൽ അവൻ്റെ കാലുകൾക്ക് നീര് വരും, അവൻ്റെ ശരീരത്തിന് വേദന വരും, അവന് ക്ഷീണമുണ്ടാകും, അവൻ പിന്നെ നടക്കാൻ അവന് കഴിയാതെ വരും. പക്ഷേ അബ്രഹാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടവൻ ആരാധനയ്ക്ക് വേണ്ടി ഒരു വലിയ വില കൊടുത്ത് അവൻ നടക്കുവാനിടയായി. ബൈബിൾ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. അവൻ വേദനിക്കുന്ന കാലുകളുമായിട്ടൊരു പക്ഷേ മോറിയ മലയുടെ കയറ്റം കയറിപ്പോകുമ്പോൾ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു അവിടെയുള്ള പ്രകൃതി അബ്രഹാമിനെ നോക്കി കളിയാക്കി കാണും. അവിടെയുള്ള പാറച്ചില്ലകൾ പാറകൾ അബ്രഹാമിനെ നോക്കി കളിയാക്കി കാണും. മരച്ചില്ലകൾ അബ്രഹാമിനെ നോക്കി പരിഹസിച്ച് കാണാൻ. അബ്രഹാമെ, വേദനിക്കുന്നതിൻ്റെ കാലുകളുമായി ഈ വേദനയോടെ ഈ മോറിയ മലയിൽ കയറി ചെന്നിട്ട് മോറിയ മല യാഗപീഠം ഒരുക്കി നിൻ്റെ മകനെ നീ അവിടെ യാഗം ചെയ്തിട്ട് നീ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് നീ ഇറങ്ങി വരുമല്ലോ. മകനുമായിട്ട് പോകുന്ന നീ മകനില്ലാതെ മടങ്ങി വരുമല്ലോ. പാറക്കൂട്ടങ്ങളും പ്രകൃതിയും അബ്രഹാമിനെ നോക്കിക്കൊണ്ട് പരിഹസിച്ച് കാണും. നീ ദൈവത്തിനു വേണ്ടി ആരോഗ്യം കൊടുക്കുന്ന വെറുതെ, നിൻ്റെ സമയം കൊടുക്കുന്ന വെറുതെ, നിൻ്റെ പണം കൊടുക്കുന്ന വെറുതെ, അതുകൊണ്ട് നീ പോകുന്ന വെറുതെ. ശരിയാ, അബ്രഹാം ഈ വെല്ലുവിളി കേട്ടപ്പോൾ അബ്രഹാം ചിന്തിച്ച് കാണും, ശരിയാ ഈ പ്രകൃതി പറഞ്ഞ എത്ര ശരിയാ. എൻ്റെ വേദനിക്കുന്ന കാലുകളുമായി എൻ്റെ വേദനിക്കുന്ന ശരീരവുമായി ഞാൻ മോറിയ മല വരെ ചെന്നിട്ട് എൻ്റെ മകനെ ഞാനവിടെ ഹോമയാൻ കഴിച്ചിട്ട് ഞാൻ വേദനയോടെ മടങ്ങി വരുമല്ലോ, ഭാരത്തോടെ മടങ്ങി വരുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ആരാധന വേണ്ട, എനിക്ക് ഈ ദൈവം വേണ്ട, എനിക്ക് ഈ യാഗം വേണ്ട, എനിക്ക് മോറിയ മല വേണ്ട, എനിക്ക് എൻ്റെ മകനുമായി വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് അബ്രഹാം തിരികെ പോയില്ല. പിന്നെയോ അബ്രഹാം പ്രകൃതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാണും, പാറക്കുട്ടങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാണും, അല്ലയോ പ്രകൃതിയെ, വേദനിക്കുന്നതിൻ്റെ കാലുകളുമായി വേദനിക്കുന്നതിൻ്റെ ശരീരവുമായി ഞാൻ മോറിയ മലയിലേക്ക് വില കൊടുത്ത് വേദനിക്കുന്നതിൻ്റെ കാലുകളുമായി ഞാൻ വില കൊടുത്ത് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ വില കൊടുക്കുന്ന എന്നെ എൻ്റെ ദൈവം അവിടെ കരയിപ്പിക്കുകയല്ല, ഞാൻ അവിടെ ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ പോകുകയാണ്. അതേ, ഞാൻ അവിടെ ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ പോകുകയാണ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, വില കൊടുത്ത് ആരാധിക്കാൻ പോകുന്ന നിന്നെ എൻ്റെ ദൈവം കരയിപ്പിക്കുന്നവനല്ല, എൻ്റെ ദൈവം നിന്നെ പരാജയപ്പെടുത്തുന്നവനല്ല. നീ ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ പോകുക. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വില കൊടുത്തു പോയി അബ്രഹാം മോറിയ മലയിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ അവൻ യാഗപീഠം ഒരുക്കി. ഹല്ലേലൂയ, അവൻ യാഗപീഠം ഒരുക്കി, വിറകടുക്കി. അവൻ തൻ്റെ മകനാവുന്ന ഇസഹാക്കിനെ വിറകിന്മീത് അവൻ കിടത്തി. ബൈബിൾ പറയുന്നു പൈതന്നെ അവൻ യാഗം കഴിപ്പാൻ വേണ്ടി വേദപുസ്തകം പറയുന്നു അവൻ വാക്കത്തി എടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ ഭാരൻ്റെ മേൽ കൈവയ്ക്കരുത്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ പറയണം, അബ്രഹാം കത്തി തറയിലേക്കിട്ട് അവൻ തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് കാട്ടുവള്ളികൾ കൊമ്പിൽ ചുറ്റപ്പെട്ട അവസ്ഥയിൽ ഒരു ആട്ടിൻകുട്ടി കിടക്കുകയാണ്. തൻ്റെ മകന് പകരമായിട്ട് അവൻ ആട്ടിൻകുട്ടി യാഗം ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. അതെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ദൈവത്തിന് വില കൊടുത്താണ് നീ കടന്നു പോകുന്നെങ്കിൽ നീ മടങ്ങി വരുന്നത് ദുഃഖിച്ചല്ല, നീ മടങ്ങി വരുന്ന വേദനയോടല്ല, നീ മടങ്ങി വരുന്ന നിരാശയോടെയല്ല. കർത്താവ് നിന്നെ ആശ്വാസത്തോടെ, യേശു നിന്നെ അനുഗ്രഹത്തോടെ ഈ ദിവസങ്ങൾ മടക്കി കൊണ്ടുവരുവാൻ പോകുകയാണ്. യെസ്, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? വില കൊടുക്കാൻ തയ്യാറാണോ? കർത്താവിൻ്റെ മുൻപാകെ വില കൊടുത്ത് ആരാധിപ്പാൻ തയ്യാറാണോ? വില കൊടുത്ത് ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറാണോ? അടുത്ത ദിവസങ്ങൾ നമുക്കത് ചിന്തിപ്പാൻ, അടുത്ത പ്രാവശ്യങ്ങൾ നമുക്കത് ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് ബലം
ഉത്തരം നൽകട്ടെ. നോക്കേ, അബ്രഹാമിനെ പോലെ വില കൊടുത്ത് ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറാണോ? നിശ്ചയമായിട്ട് മോറിയ മലയിൽ അബ്രഹാം ദൈവത്തിൻ്റെ കരുതൽ കണ്ടതുപോലെ ഈ ദിവസങ്ങളിൽ ഒരു വലിയ ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകാൻ പോകുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. കണ്ണുകൾ മൂടിയാട്ടെ, തലകൾ വണക്കിയാട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകരങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നല്ല പിതാവേ, സ്വർഗീയ ദൈവമേ, മനോഹരമേറിയ നല്ല സമയത്തിനാ നന്ദി. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം ഇപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ കർത്താവ് നീട്ടി ദൈവവരെ അനുഗ്രഹിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശീർവദിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ദൈവം അവരെ പൊതിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വില കൊടുത്ത അബ്രഹാം മോറിയ മലയിൽ ദൈവത്തിൻ്റെ കരുതൽ കണ്ടതുപോലെ ഈ ദിവസം ദൈവത്തിൻ്റെ കരുതൽ കണ്ട്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട്, ദൈവത്തിൻ്റെ അതിശയങ്ങൾ കണ്ട് ആനന്ദിപ്പാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നാളുകൾ കൊണ്ട് അവർ പ്രാർത്ഥിച്ചിട്ടും അവർ ആരാധിച്ചിട്ടും ദൈവത്തെ സ്തുതിച്ചിട്ടും മറുപടി കിട്ടാതെ പല വിഷയത്തിന്മേൽ സ്വർഗീയ ദൈവത്തിൻ്റെ അതുല്യമായ മറുപടി അവിടുന്ന് വെളിപ്പെടുവാൻ സ്വർഗീയ ദൈവം അവിടുന്ന് കൃപ ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.